പിണറായി വിജയന്റെ മാന്യത UDF-കാർ കണ്ടു പഠിക്കണം. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ UDF-ന്റെ സ്വപ്ന പദ്ധതി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൂർത്തീകരിച്ച കയറ്റുമതി പ്രോസസിന്റെ തുടക്കം കുറിക്കൽ ഇന്നിപ്പോ ഔദ്യോഗികമായി നിർവഹിച്ചു. അവിടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ പിണറായി വിജയൻ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. വേണമെങ്കിൽ പങ്കെടുക്കാമായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന സന്ദർഭത്തിൽ സതീശൻ പങ്കെടുത്തതിന് ശേഷം ആ വേദിയിൽ പോയി രാഷ്ട്രീയം പറഞ്ഞത് ആരും മറന്നിട്ടില്ലല്ലോ, അല്ലെ? അതായത് ഞങ്ങളുടെ ചാണ്ടിച്ചനിട്ട കല്ലാണ് എന്ന രീതിയിൽ ആ പദ്ധതി ഞങ്ങളുടെ പദ്ധതിയാണെന്നൊക്കെ തള്ളി മറിച്ചെടുത്ത് ഇന്നിപ്പോ അതേപോലത്തെ അവസരം പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മുന്നിലെത്തി. രാഷ്ട്രീയ മാന്യതയും രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ഒരാളുടെ സ്വഭാവശുദ്ധി എന്താണെന്ന് നിങ്ങൾക്ക് താരതമ്യം ചെയ്തു നോക്കാം. പിന്നെ ജാതി വെച്ചാണല്ലോ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം അളക്കുന്നത്. തറവാടികൾ, ജാതിവാലുള്ളവർ, ഉന്നത കുലജാതന്മാർ തുടങ്ങിയവർ ഏത് കസേരയിലിരുന്ന് എന്ത് പോക്കർത്തരം കാണിച്ചാലും കൈയടിക്കാനുള്ള ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല രാഷ്ട്രീയത്തിൽ പെരുമാറേണ്ടത് എന്ന് പിണറായി വിജയൻ ഇന്നിപ്പോ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ വേദിയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിഴിഞ്ഞത്തിൽ കഴിഞ്ഞ സർക്കാർ ചെയ്ത കാര്യത്തെ പോയി അന്തസ്സായി വിശദീകരിക്കാമായിരുന്നു. കുറച്ച് വീഡിയോകൾ പ്രചരിപ്പിക്കാമായിരുന്നു. അതൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഡയലോഗ് അടിച്ച് കിട്ടുന്നതൊന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. നമ്മുടെ ഗീർവാണമണി മേനോനെ സംബന്ധിക്കുന്നിടത്തോളം ഡയലോഗ് അടിച്ചാൽ മതിയല്ലോ, ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നല്ല അന്തസ്സായിട്ട് ഈ നാട്ടിൽ അവർ വെച്ച് നടത്തുന്ന ഒരു ആചാരവും അങ്ങനെയാണല്ലോ. ജനങ്ങളുടെ മുന്നിൽ പോയി നല്ല തൊലിക്കട്ടിയോടുകൂടി അവരെ മോഹിപ്പിക്കുന്ന തരത്തിൽ വാഗ്ദാനങ്ങൾ അങ്ങ് പറഞ്ഞോളണം. ആ പറയുന്നതിൽ വീഴുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് കിട്ടാവുന്ന ഗുണം ഉപയോഗപ്പെടുത്തണം. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമുക്ക് പുതിയ കരച്ചിൽ, പുതിയ സഹതാപമായിട്ടൊക്കെ ചെല്ലാം. അതാണ് ഇവരുടെ ഉള്ളിലുള്ളത്. എങ്ങനെയും പാവപ്പെട്ടവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ മതവികാരം നമ്മുടെ കൈവശമുണ്ട്, ആ വികാരം കത്തിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നിടത്താണ് പിണറായി വിജയൻ എന്ന വ്യക്തി ഇന്നിപ്പോ ആ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുമ്പോൾ, ഇന്നലകളിൽ ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് തട്ടിവിട്ട് അതിന്റെ കേമത്തരം വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പൊങ്ങച്ചവടിക്കാരായിട്ടുള്ള കോൺഗ്രസ് കുലകളുണ്ടല്ലോ, കണ്ടുപഠിക്കണം. ഇതൊന്നും പിന്നെ നിങ്ങൾക്കൊരു സംഭവമായിരിക്കില്ല. കാര്യം നമ്മൾ പഠിച്ചതേ പാടത്തുള്ളൂ. അത്തരം പ്രവർത്തികളൊന്നും നിങ്ങൾക്ക് നല്ലതായി തോന്നത്തുമില്ല. കാര്യം നമ്മൾ ഇതൊന്നും കണ്ടു പഠിച്ചിട്ടില്ലല്ലോ, നമുക്കിതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവരെ വരെ പരിഹസിക്കാനല്ലേ നമുക്കറിയൂ. അതുകൊണ്ട് ഉന്നത കുലകൾ എന്ന പ്രിവിലേജ് വെച്ച് ഇവർ നടത്തുന്ന പ്രവർത്തികൾ പോലെയല്ല ഒരു പാവപ്പെട്ട കോരന്റെ മകൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന വഴികളിലൂടെ നേടിയെടുത്തതെന്ന് ഇന്നും തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൊട്ടിഘോഷിച്ച് നടത്തിയ ആ വലിയ പരിപാടിയിൽ വേദി നോക്കുമ്പോൾ ആളൊഴിഞ്ഞ കുറെ കസേരകൾ കണ്ടപ്പോൾ എന്തായിരുന്നു ആ പരിപാടിയുടെ ശോഭയെന്ന് നാട്ടുകാർ ആലോചിച്ചാൽ മതി. കുറച്ച് വീഡിയോകളും വെച്ച് വലിയ ഡയലോഗുകളും കാച്ചി വിടുമ്പോൾ അതൊക്കെ എന്തോ സംഭവബഹുലമാണെന്ന് അടിമകളായ അണികൾക്ക് തോന്നും. അല്ലാതെ ഈ പറയുന്ന വ്യക്തി വയനാടും ഇതുപോലെ 100 വീട് ഓഫർ കൊടുത്തത് ഇപ്പോഴും കല്ല് പുല്ല് പിടിച്ച് കിടപ്പുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയുടെ വാക്ക് കേട്ട് കോരിത്തരിക്കാൻ തൽക്കാലം പിണറായിക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് ആ വഴി പോയില്ല. അത് തന്നെയാണ് മാന്യത.